ഹലോ ഫ്രണ്ട്സ്, ഇപ്പൊ നമുക്ക് ഇവിടെ കുറച്ച് വാക്കുകൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. നമുക്ക് നോക്കാം ഇതൊക്കെ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയാന്നുള്ളത്. അത് വിഷയമില്ല എന്ന് പറയുമ്പോൾ നമ്മൾ പറയാം അത് കുഴപ്പമില്ല, അതിനെ കുറിച്ചിട്ട് അധികം ചിന്തിക്കേണ്ട ഒരു കാര്യമില്ല എന്നൊക്കെ പറയുമ്പോഴാണ് അത് വിഷയമല്ല എന്ന് പറയുന്നത്. നമുക്കത് എങ്ങനെ പറയാം? ഇറ്റ് ഡസൻറ്റ് മാറ്റർ. അത് കുഴപ്പമില്ല. നെക്സ്റ്റ് വൺ ആണെങ്കിലോ, ഒരിക്കൽ കൂടി പറയൂ. ഒരിക്കൽ കൂടി പറയൂ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ നമ്മൾ കേട്ടില്ല, ഞാനത് കേട്ടില്ല, ഒന്നും കൂടെ പറയാവോ എന്നുള്ളതാണ്. അത് നമുക്ക് എങ്ങനെ പറയാം? ഇങ്ങനെ ഒരു വേർഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പാർഡൻ. പാർഡൻ എന്ന് പറയുന്നത് ഇംഗ്ലീഷുകാർ അയ്യോ ഞാൻ കേട്ടില്ലല്ലോ, നിങ്ങൾ അത് ഒന്നും കൂടെ പറയോ, അതായത് ക്ഷമിക്കൂ എന്നുള്ള വേർഡാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പാഠം ചെയ്യൂ എന്ന് പറഞ്ഞാൽ ക്ഷമിക്കൂ എന്നുള്ളതാണ്. അപ്പൊ നമ്മളത് ഇങ്ങനെ പറയുമ്പോൾ എനിക്കത് മനസ്സിലായില്ല, ക്ഷമിക്കൂ എന്നുള്ള ഒരു മീനിങ്ങിലേക്ക് വരുമ്പോഴാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. പാഠം നമ്മൾ എന്തെങ്കിലും പറയുന്നത് കേട്ടില്ലെങ്കിൽ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. ഇനി എന്തിനാണ് നീ എന്നോട് ദേഷ്യം പിടിക്കുന്നത്? നീ എന്തിനാണ് എന്നോട് ദേഷ്യം പിടിക്കുന്നത്? അത് നമുക്ക് എങ്ങനെ പറയാം? വൈ ആർ യു angry with me? Why are you angry with me? നിങ്ങൾ എന്തിനാണ് എന്നോട് ദേഷ്യം പിടിക്കുന്നത്? ഇനി എന്തിനാണ് നീ എന്നോട് ഇത് പറഞ്ഞത്? അപ്പോ ഇവിടെ സെയിം ആ ചോദ്യം, ആ ടൈപ്പ് ഓഫ് ചോദ്യം തന്നെയാണ്. എന്തിനാണ് നീ എന്നോട് ഇത് പറഞ്ഞത്? അപ്പൊ ഏകദേശം ഇതുപോലൊക്കെ തന്നെയാണെങ്കിലും ഇതിന് ചെറിയൊരു വ്യത്യാസമുണ്ട്. അത് എങ്ങനെയാണ് പറയുക എന്നുള്ളത് നിങ്ങളൊന്ന് കമന്റ് ബോക്സിലൂടെ അറിയിക്കുക.